നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ 2025 പുതുവർഷ ഫലങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാ നാടുകാർക്കും സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഈ പുത്തൻ വർഷത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ നാളുകാരുടെയും ഫലങ്ങൾ വിശദമായി വിശകലനം ചെയ്യുകയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഇനി വരുന്ന വീഡിയോകളിലൂടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ജന്മനക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അശ്വതി നക്ഷത്രം മേടം രാശിയിലായിട്ടാണ് കാണപ്പെടുന്നത്. നല്ല സൗന്ദര്യവും ആരോഗ്യവുമുള്ളവരാണ് ഈ നാളുകാർ. വലിയ നെറ്റി, നീണ്ട മൂക്ക്, തീക്ഷ്ണതയുള്ള കണ്ണുകൾ ഇവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെ ഉത്സാഹവും ശൗര്യവും ഈ നാളുകാരിൽ പ്രകടമായി കാണാം. പല കാര്യങ്ങളിലുമുള്ള അറിവ്, ധൈര്യം, ബുദ്ധിശക്തി, ആകർഷകമായ ശരീരപ്രകൃതി, സ്ഥിരോത്സാഹം, പാണ്ഡിത്യം ഇവയെല്ലാം ഈ നാളുകാരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. തികഞ്ഞ അഭിമാനബോധികളായ ഇവർ തങ്ങളുടെ അഭിമാനത്തിൻ്റെ കളങ്കം വരുന്നതൊന്നും തന്നെ പൊറുക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുകയില്ല. സഹായം ചോദിച്ചു വരുന്നവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു വിധത്തിലുമുള്ള പ്രലോഭനങ്ങളിലും സമ്മർദ്ദങ്ങളിലും അടിമപ്പെടാത്ത അശ്വതി നാളുകാർ ഇഷ്ടമില്ലാത്തവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാറുമില്ല. ഇനി 2025 അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. 2025 പ്രധാനപ്പെട്ട പല ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നുവെന്നതിനാൽ തന്നെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും രാശിമാറ്റം എല്ലാ നാളുകാരെയും അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2025 ഓരോ നാളുകാർക്കും വ്യത്യസ്തങ്ങളായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ വർഷം മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും, മെയ് മാസത്തിൽ വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും മാറുകയാണ്. അശ്വതി നാളുകാർക്ക് വർഷാരംഭത്തിൽ 2 വ്യാഴവും 11 ശനിയും നിൽക്കുന്ന അവസ്ഥയിൽ പൊതുവെ അനുകൂല സമയം തന്നെയാണ്. 11 ശനിയും ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്ന ഗുരുവും വർഷമധ്യം വരെ കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമാക്കുമെന്നതിനാൽ തന്നെ ഇവർക്ക് ഗുണഫലങ്ങൾ ഏറിയിരിക്കും. തൊഴിൽ മേഖലയിലുള്ള പുരോഗതി എടുത്തു പറയേണ്ടതാണ്. പുതിയ തൊഴിൽ സംരംഭകർക്ക് അനുകൂല സമയം തന്നെയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നതിന് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് തങ്ങളുടേതായ കഴിവുകളും അവസരങ്ങളും കൂടുതലായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് ഇവർക്ക് സാധിക്കും. നേത്ര, ഉദര സംബന്ധിയായ രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരുന്നതാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുമായി ബന്ധം പുലർത്തുവാൻ സാധിക്കും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനും പ്രൊമോഷൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകളിലും മറ്റും വിജയം നേടുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടും. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവുകളെ ശരിയായി വിനിയോഗിക്കുന്നതിന് പലപ്പോഴും സാധിക്കാൻ കഴിയാതെ വരുന്നതാണ്. കുടുംബാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണവും സന്തോഷപ്രദവുമാകും. സാമ്പത്തികമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയമാണത്. എന്നാൽ ശനി 12ാം ഭാവത്തിലേക്ക് വരുന്നതോടെ ഈ നാളുകാർക്ക് 7ാം ശനി ആരംഭിക്കുകയാണ്. ഗവേഷകർക്കും ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വർഷാരംഭം അനുകൂലമാണ്. വിദേശത്തു നിന്നും ധനവരവുണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് വിദേശത്ത് ജോലി ശരിയാകും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടാകും.
അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളേറുന്നതാണ്. വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവപ്പെടും. പലപ്പോഴും പല കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കാതെ വരും. ധനവിനിയോഗത്തിൽ സജീവ ശ്രദ്ധ വേണ്ടിവരുന്നതാണ്. ചിലവുകളെ ശരിയായി നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ട സാഹചര്യമുണ്ടാകും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അവരുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമാണ്. വാഹനങ്ങളും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. ശത്രുദോഷം കുറയുമെങ്കിലും മനസ്സുഖം കുറയുകയും മനോവിഷമതകൾ ഏറി വരികയും ചെയ്യും. സന്താനങ്ങൾ നിമിത്തം ദുഃഖിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകാം. അതുപോലെ തന്നെ മാതാവിനോ മാതൃസ്ഥാനീയരായവർക്കോ രോഗങ്ങൾ പിടിപെട്ടേക്കാം. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഈ വർഷം സാധിക്കും. തൊഴിലിടങ്ങളിൽ പലവിധത്തിലുമുള്ള സംഘർഷങ്ങളും ഏറി വരാം. വർഷാവസാനത്തോടെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകുന്നതാണ്. പല കാരണങ്ങളാലും വിവാഹം മാറ്റിവെക്കേണ്ടതായി വരും. തൊഴിൽ രംഗത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ബാധ്യസ്ഥനാകുന്നതാണ്. സന്താനങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടുകയും നിയമ നടപടികളും മറ്റും നേരിടേണ്ട സാഹചര്യമുണ്ടാകും. സാമ്പത്തികമായ ബാധ്യതകൾ വർദ്ധിക്കുകയും വ്യാപാരം നഷ്ടത്തിലാകുകയും ചെയ്യുന്നതാണ്. അശ്വതി നാളുകാർക്ക് പ്രതികൂലമായി പറയുന്ന നാളുകാരമുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിദോഷങ്ങൾ അകലുന്നതിന് ശനീശ്വര പൂജ ചെയ്യുകയും നീരാജനം നടത്തുകയും ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അടുത്ത നക്ഷത്രമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.